ഇവിടെ ഈ കൊച്ചുകുട്ടി അവളുടെ അമ്മയോട് വന്ന് 3 ദിവസമായിട്ട് എന്താ അമ്മ എണീക്കാത്തത്, എന്നെ നോക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ ഓൾറെഡി തന്നെ ഇവളുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കുട്ടി അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ ശരീരം ഫുള്ള് തണുക്കുന്നത് കൊണ്ട് ഇവളൊരു തുണി എടുത്ത് അമ്മയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് അമ്മ എഴുന്നേൽക്കുമ്പോൾ കഴിക്കാൻ ഫുഡ് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവരുടെ നെയ്ബർ ആയിട്ടുള്ള ഒരു മുത്തശ്ശി ഇവളുടെ അടുത്തേക്ക് വന്ന് അമ്മ എവിടെ എന്ന് ചോദിച്ചു വരുന്നു. അപ്പൊ ഇവള് 3 ദിവസമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം പറയാണ്. അത് കേട്ട് അത്ര പന്തിയല്ലാതെ ഇവർ വന്ന് നോക്കുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവുന്നു ഇവളുടെ അമ്മ ഓൾറെഡി മരിച്ചു എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വിവരം പെട്ടെന്ന് പോലീസിനെ അറിയിക്കുന്നു. അപ്പോഴൊന്നും തന്നെ ഈ കുട്ടിക്ക് ഇവളുടെ അമ്മ ഇവളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു പോയി എന്ന കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ ഒരു കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നാൽ അതേ സമയം തന്നെയാണ് ഹീറോയും അങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരു പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുറ്റവാളിയെ ഉൾപ്പെടെയാണ് അങ്ങോട്ട് നല്ലത് കൊടുത്ത് ഇവൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം ഹീറോ വലിയൊരു കോടീശ്വരനായിട്ടുള്ള വലിയൊരു കമ്പനിയുടെ സിഒ ആണ് എങ്കിലും വളരെ റൗഡി ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. സോ ഹീറോയും ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന് ഇരിക്കാണ്. ആ ഒരു സമയത്ത് ഈ ലേഡി ഓഫീസർ ഈ ഒരു കുട്ടിയോട് വന്ന് അവളുടെ അമ്മയുടെ ചിതാഭസ്മം നൽകിയിട്ട് ഇവളുടെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുന്നു. ഇവളും ഇവളുടെ അച്ഛനെയും അങ്കിളിനെയും പറ്റിയൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓഫീസറും ഇവളുടെ അച്ഛനെയും അങ്കിളിനെയും വിളിക്കുന്നു. കുട്ടിയെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പറഞ്ഞ്. പക്ഷെ അവരാരും തന്നെ ഈ കുട്ടിയെ ഇപ്പോൾ സ്വീകരിക്കാൻ തയ്യാറല്ല. എന്നാൽ ഹീറോ അതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയുടെ ഫാദർ മറ്റാരുമല്ല, ഇവന്റെ ഒരു ശത്രു തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ട് ഹീറോ ഈ കുട്ടിയോട് വന്ന് ഇവന്റെ മകളായിട്ട് ക്ഷണിക്കാണ്. പക്ഷെ ഈ കുട്ടിക്ക് അറിയാം ഇത് വലിയൊരു റൗഡിയാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇവളുടെ സ്വന്തം അച്ഛന് പോലും ഇവളെ വേണ്ടാത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയെ വിശ്വസിച്ച് അച്ഛനായിട്ട് സ്വീകരിക്കാണ്. ഹീറോയും ഇവളെ ഇവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഓൾറെഡി തന്നെ ഹീറോയുടെ അനിയമായ വിവാഹം കഴിച്ചെങ്കിലും ഇതുവരെയും ഒരു പെൺകുട്ടിയെ കൊച്ചുമകളായിട്ട് ഇവന്റെ അമ്മയ്ക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ ബാക്കിയുള്ളവരെ ഇപ്പോഴും ശകാരിച്ചുകൊണ്ട് നിൽക്കാണ്. ഹീറോ ആണെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല. സോ ഹീറോ ഇപ്പോൾ ശത്രുവിന്റെ മകളെ ദത്തെടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ അമ്മയും ഒരു മടിയും കൂടാതെ തന്നെ ഈ ഒരു കുട്ടിയെ സ്വീകരിക്കുകയാണ്.